ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് നേതൃത്വത്തിൽ കേരള ഗാന്ധി സ്മാരക നിധിയുടെയും അതുപോലെ തന്നെ തിരുവനന്തപുരം YMCAയുടെയും സഹകരണത്തോടുകൂടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള YMCA ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വദേശി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള നാടൻ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലമായ പ്രദർശനത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 4 ആരംഭിച്ച് അടുത്ത മാസം മെയ് മാസം 9 വരെ നീണ്ടു നിൽക്കുന്ന 32 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വദേശി പരിശീലന പ്രദർശന പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ ആളുകളിലേക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അവയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന്, പ്രദർശിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ വിതരണം നടത്തുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന 62ാമത് സ്വദേശി ഫെസ്റ്റിവൽ പരിപാടി 3 കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് പ്രധാനമായിട്ടും ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നതിനാവശ്യമായ പരിശീലനം നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അങ്ങനെ പരിശീലനം കിട്ടിയിരിക്കുന്ന ആൾക്കാർ അവരുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരിക, ജനങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരിക. അത്തരത്തിലുള്ള നാടൻ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിനും അതുപോലെ തന്നെ പ്രദർശനത്തിനും വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 32 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വദേശി പരിശീലന പ്രദർശന മേള ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട്, ആശയപ്രചരണത്തിലേക്ക് സ്വദേശി ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട്, എങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത, ആ സ്വദേശി സങ്കല്പം മഹാത്മാഗാന്ധി നമ്മുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നതിനാവശ്യമായ ഒരാശയഗതി, സ്വദേശി ആശയം, അത് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ മൂന്നാമത്തെ കാര്യമായിട്ട് നടക്കുന്നത്. പ്രദർശന മേളയിൽ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന, നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ വീട്ടിലുള്ള ഔഷധ മൂല്യങ്ങൾ, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യകത അവരുടെ മുമ്പിലേക്ക് ഒന്ന് ബോധ്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള ആ ഒരു അറിവ് ജനങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഈ പ്രദർശന മേളയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന്. പ്രദർശന മേളയോടനുബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന, പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണമാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത്
പഴങ്ങളും അതുപോലെയുള്ള സാധനങ്ങളും ധാരാളം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ക്വാഷ് ഉൽപ്പന്നങ്ങൾ, സ്ക്വാഷ് സിറപ്പ് ഉൽപ്പന്നങ്ങൾ, അതിൽ നമുക്കധികം പരിചിതമല്ലാത്ത സാധനങ്ങളും ആ കൂട്ടത്തിൽ വരുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് നമുക്കിപ്പോൾ സമീപകാലത്ത് പ്രാധാന്യത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. നറുനീണ്ടി എത്തുന്നുണ്ട്. ലെമൺ ജിഞ്ചർ എന്ന് പറഞ്ഞ തികച്ചും പുതുമയുള്ള ഇഞ്ചി നാരങ്ങ സ്ക്വാഷ്, മാമ്പഴം, ഞാവൽ, മാതളം, ഇഞ്ചി, അതുപോലെ ചക്ക, അതുപോലുള്ള പ്രധാനപ്പെട്ട സ്ക്വാഷ് ഉൽപ്പന്നങ്ങളെല്ലാം, പത്തരത്തിലുള്ള സ്ക്വാഷ് ഉൽപ്പന്നങ്ങളെല്ലാം പ്രദർശനമേളയിൽ ലഭ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജാം, നെല്ലിക്കയുടെയും മാമ്പഴത്തിൻ്റെയും ചക്കയുടെയും ഇഞ്ചിയുടെ എല്ലാം ജാം ഉൽപ്പന്നങ്ങൾ, അത്തരത്തിലുള്ള ജാം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ വളരെ ഗൗരവമായിട്ട് ഔഷധ മൂല്യങ്ങളെ സമ്പന്നമായിട്ടുള്ള ചക്കയുടെ ഉൽപ്പന്നങ്ങളെല്ലാം, ചക്കയുടെ സ്ക്വാഷ്, ചക്കയുടെ ജാമ്, ചക്കയുടെ ജെല്ലി, ചക്കയുടെ മടലിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് ചക്കയുടെ ജെല്ലി. ജാമിനേക്കാൾ രുചികരമായിട്ടുള്ള സാധനമാണ് ജെല്ലി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ചക്കയുടെ ജെല്ലി, ചക്ക വരട്ടി, ചക്കയുടെ പേട, ചക്കച്ചുള ഉണങ്ങിയത്, ഉണങ്ങിയ ചക്കച്ചുള പൊടിച്ചത്, അതുപോലെ തന്നെ ചക്കക്കുരു പൊടിച്ചത്, അതിൻ്റെ അവലോസ് ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ചക്കയുടെ സാധനങ്ങളെല്ലാം പ്രദർശനത്തിലെത്തിയിട്ടുണ്ട്. ജാതിക്കയുടെ സാധനങ്ങൾ വളരെ കൂടുതൽ മെഡിസിന് വാല്യൂ ഉള്ളതാണ് ജാതിക്ക. അപ്പോൾ ജാതിക്കയുടെ വയറടപ്പിനുള്ള, സ്റ്റൊമക്ക് അപ്സെറ്റിനുള്ള ഏറ്റവും നല്ല മരുന്നായിട്ട്, ഫലപ്രദമായ മരുന്നായിട്ട് മാറിയിട്ടുള്ള ജാതിക്ക ടോണ് സ്റ്റൊമക്ക് അപ്സെറ്റിനുള്ള മരുന്നാണ്. ജാതിക്കയുടെ തേൻ ജാതിക്ക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ മുതിർന്നവർക്ക് ജാതിക്കയുടെ പുറന്തോട് തേനിലിട്ടിരിക്കുന്ന വളരെ രുചികരമായിട്ടുള്ള തേൻ ജാതിക്ക, അതുപോലെ തന്നെ ജാതിക്ക സ്ക്വാഷ്, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം, ജാതിക്ക അച്ചാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അടുത്തതായിട്ട് നമ്മൾ ഇതേ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കൊണ്ടുവരാൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പുളിഞ്ചിക്ക ഉൽപ്പന്നങ്ങളാണ്. ഇരുമ്പം പുളിയുടെ ഉൽപ്പന്നങ്ങൾ, ഇലിമ്പിക്കയുടെ ഉൽപ്പന്നങ്ങൾ. കൊളസ്ട്രോളിനുള്ള ഏറ്റവും ഫലപ്രദമായ, നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കൊളസ്ട്രോൾ നിവാരണി എന്ന് പറയുന്ന 15 ദിവസം 1 ഔൺസ് വീതം തുടർച്ചയായിട്ട് കഴിച്ച് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ നോർമലാക്കാൻ സാധിക്കുന്ന പുളിഞ്ചിക്കയിൽ നിന്നുണ്ടാക്കുന്ന കൊളസ്ട്രോൾ നിവാരണി. അതോടൊപ്പം തന്നെ പുളിഞ്ചിക്കയുടെ വളരെ രുചികരമായ അച്ചാർ. സാധാരണ നമ്മളെല്ലാം പുളിഞ്ചിക്കയുടെ അച്ചാർ ഉണ്ടാക്കിയ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ചാറ് കഷണം തിരിച്ചറിയാൻ സാധിക്കില്ല, അത് അലിഞ്ഞു പോവുകയാണ്. കണ്ണിമാങ്ങ പോലെ രുചികരമായിട്ട് ആ രീതിയിൽ ഉറപ്പുള്ള സാധനമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പുളിഞ്ചിക്ക അച്ചാർ എന്നുള്ളത് കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രദർശനമേളയിൽ കൂടി കൊണ്ടുവരികയാണ്. നെല്ലിക്കയുടെ ഉൽപ്പന്നങ്ങളെല്ലാം, തേൻ നെല്ലിക്ക, നെല്ലിക്കയുടെ ജാമ്, നെല്ലിക്കയുടെ സ്ക്വാഷ്, നെല്ലിക്കയുടെ അച്ചാർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പ്രദർശനമേളയിൽ കൊണ്ടുവരുന്നു. പ്രകൃതി കൃഷിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ടീ, നമ്മളറിയാം ഗ്രീൻ ടീ പ്രധാനപ്പെട്ട മരുന്നുകൾക്ക് വേണ്ടി ആ ഒരു രീതിയിൽ ഉപയോഗിച്ച ആളുകൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രീൻ ടീ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് പ്രകൃതി കൃഷിയിൽ നടത്തിയിരിക്കുന്നതായിരിക്കണം. അവിടെ രാസവളം, കീടനാശിനി ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെ പ്രകൃതി കൃഷി നിർമ്മിച്ചിരിക്കുന്ന ഗ്രീൻ ടീ മേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മായത്തിൽ കുളിച്ച് നിൽക്കുന്ന സാധനങ്ങളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ശുദ്ധമായിട്ടുള്ള യാതൊരു മായവും ചേർക്കാത്ത സാധനങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ മസാലപ്പൊടികളുടെ അവസ്ഥ പരമദയനീയമാണ്. ഇന്ന് നമ്മുടെ കടകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം, മസാലപ്പൊടികളിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മായവും കലർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മസാലപ്പൊടികളെല്ലാം, എല്ലാ കറി മസാലകളും
പ്രദർശനമേളയിൽ യാതൊരു മായവുമില്ലാതെ നല്ല രുചിക്കൂട്ടിൽ പ്രദർശനത്തിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊടി ഉൽപ്പന്നങ്ങളെല്ലാം, നമ്മുടെ അരിയുടെ പൊടി, അതുപോലെ ഗോതമ്പിൻ്റെ പൊടി, ഇതിൽ കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന അവലോസ് ഉൽപ്പന്നങ്ങൾ, ഏകദേശം 15ഓളം അവലോസ് പൊടികൾ പ്രദർശനമേളയിലുണ്ട്. എല്ലാത്തരം പൊടികളും എല്ലാത്തരം അരികളും എല്ലാത്തരം അവലോസ് ഉൽപ്പന്നങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അതുപോലെ തന്നെ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, മെഡിസിനലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അരി ഐറ്റങ്ങളെല്ലാം, അത്തരം അരി ഐറ്റങ്ങൾ, കരിപ്പെട്ടി, നാടൻ ശർക്കര, പനം ശർക്കര, അങ്ങനെയുള്ള സാധനങ്ങൾ, നാടൻ കുടംപുളിയ, നാടൻ വാളംപുളിയ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇത്തരത്തിൽ ഒരു നീണ്ട നിര തന്നെയാണ് പ്രദർശനമേളയിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പലഹാരങ്ങളും അതിൻ്റേതായ തനിമയോടുകൂടി പ്രദർശനമേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ അരിഷ്ടലേഹ്യ സാധനങ്ങൾ, പ്രധാനപ്പെട്ട അരിഷ്ടലേഹ്യ സാധനങ്ങൾ പ്രദർശനമേളയിലുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട അരിഷ്ടലേഹ്യം എന്ന് ഞാൻ പറയുമ്പോൾ കട്ടിയായിട്ടുള്ള ചുമ മാറുന്നതിനുണ്ട് ആടലോടകം, അതുപോലെ തന്നെ ബ്രഹ്മി, ദശമൂല അരിഷ്ടം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അരിഷ്ടങ്ങളും അവയുടെ ലേഹ്യങ്ങളും. രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ് നെല്ലിക്ക അരിഷ്ടം. ആ രീതിയിലുള്ള അരിഷ്ടങ്ങളെല്ലാം, ബാക്കിയുള്ള അരിഷ്ടങ്ങളിലേക്ക്, മുഴുവൻ അരിഷ്ട ലേഹ്യ ഉൽപ്പന്നങ്ങളിലേക്കും പോകുന്നില്ല. അതേ രീതിയിൽ തന്നെ നമ്മുടെ വീടുകളുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ എണ്ണ സാധനങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുറിവെണ്ണയാണ്. രണ്ടാമത്തേത് നമ്മുടെ എരിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള എരിക്കിൻ്റെ എണ്ണയാണ്. ആ എരിക്കിൻ്റെ എണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാൽമുട്ട് വേദന, അങ്ങനെയുള്ള വേദനകൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് എരിക്ക്. ആ എരിക്കിൻ്റെ ഓയിൽ മേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് എണ്ണകളെല്ലാം, ചുടുപാത്രത്തിനുള്ള ഓയിൽ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേളയിൽ ലഭ്യമാണ്. അതേ രീതിയിൽ തന്നെ നമ്മുടെ വീടുകൾ ഫസ്റ്റ് എയ്ഡായിട്ട് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്. അതിലൊന്ന് മുറിവെണ്ണയാണ്. പൊള്ളൽ, മുറിവ്, ചതവ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം. രണ്ടാമത്തെ കൂവപ്പൊടിയാണ്. നമുക്ക് ക്ഷീണമുണ്ടാകുന്നു, ഛർദിലുണ്ടാകുന്നു, ലൂസ് മോഷൻ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള സമയത്ത് അതിനുള്ള ഏറ്റവും നല്ല മരുന്നായിട്ട് മാറുന്ന സാധനമാണ് കൂവപ്പൊടി. ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം, ഈ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ല പരിഹാരം ത്രിഫലപ്പൊടിയാണ്. ആ ത്രിഫലപ്പൊടി മേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ വരുന്ന സാധനം ഞെരിഞ്ഞിൽ പൊടിയാണ്. ഞെരിഞ്ഞിൽ പൊടി യൂറിനറി ഇൻഫെക്ഷനുള്ള ഏറ്റവും നല്ല മരുന്നാണ് ഞെരിഞ്ഞിൽ പൊടി. അപ്പം അത്തരത്തിലുള്ള വീട്ടിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ട് വീട്ടിൽ എല്ലായ്പ്പോഴും മേടിച്ചു വെക്കേണ്ട സാധനങ്ങൾ, ആ സാധനങ്ങൾ മേളയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ മേളയിൽ ലഭ്യമാക്കിയിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട സാധനങ്ങൾ നാടൻ സോപ്പുൽപ്പന്നങ്ങളാണ്. കുളിക്കുന്നതിനുള്ള സോപ്പ് നമ്മുടെ നാട്ടിൽ പൂർണ്ണമായിട്ടും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സോപ്പ് ലഭ്യമല്ല, ആരും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്ക് പൊതുവെ അറിയാൻ പാടില്ലാത്തൊരു വസ്തുതയാണ്. പൂർണ്ണമായിട്ടും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ഗ്ലിസറിൻ നിലനിർത്തിയിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള, യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കുന്നില്ലാത്ത, യാതൊരു അലർജിയും ഉണ്ടാക്കുന്നില്ല സോപ്പുകളാണ് സ്വദേശി നിർമ്മിക്കാൻ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഉപയോഗത്തിന് വേണ്ടി ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള സോപ്പുകളുടെ ഒരു വിപുലമായ പ്രദർശനമുണ്ട് സ്വദേശി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്. ഏറ്റവും ഗുണമേന്മയുള്ള വാഷിംഗ് സോപ്പ്, പണ്ടത്തെ നമ്മൾ 501 എന്നൊക്കെ പറയുന്നത് പോലുള്ള ആ ഗുണമേന്മയുള്ള വാഷിംഗ് സോപ്പ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യം അല്ലാതായി തീർന്നിട്ടുണ്ട്. ഏറ്റവും ക്വാളിറ്റി കൂടിയ ഡിറ്റർജൻറ്റ് പൗഡർ, ഡിഷ് വാഷ് പൗഡർ, അങ്ങനെയുള്ള സാധനങ്ങൾ. അതേ രീതിയിൽ തന്നെ നാച്ചുറലായിട്ടുള്ള ലോഷൻ ഇന്നിപ്പോൾ കണി കാണാൻ കിട്ടില്ല.
കെമിക്കൽ ഉപയോഗിച്ചുള്ള ലോഷനാണ് എല്ലാ സ്ഥലത്തും വിതരണത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നാച്ചുറലായിട്ടുള്ള ലോഷൻ, പൈൻ ഓയിലും പുൽത്തലും ഉപയോഗിച്ചുകൊണ്ടുള്ള നാച്ചുറലായിട്ടുള്ള ലോഷൻ, അതാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വിപണന മേളയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് സോപ്പ് ഐറ്റങ്ങളെല്ലാം ഇന്നിപ്പോൾ നമ്മൾ പൊടി ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാറി സോപ്പ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഊന്നൽ ലിക്വിഡ് സോപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ഫ്ലോർ വാഷ്, ക്ലോത്ത് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം, ബോഡി വാഷ്, ഷാംപൂ, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഏകദേശം 12ഓളം ലിക്വിഡ് സോപ്പ് ഐറ്റങ്ങൾ മേളയിൽ അണിനിരത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേകത, ഈ ലിക്വിഡ് സോപ്പ് ഉൽപ്പന്നങ്ങൾ എങ്ങനെ മറ്റുള്ള മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ പാത്രം കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഷ് വാഷ്, ആ ഡിഷ് വാഷ് ഉപയോഗിച്ച് നമ്മൾ പാത്രം കഴുകുമ്പോൾ നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് നഖത്തിൻ്റെ സൈഡിൽ നീറ്റുണ്ടാകുക എന്നുള്ളതാണ്. ആ നഖത്തിൻ്റെ സൈഡിൽ നീറ്റുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കാരണം അതിൻ്റെ അമിതമായ അളവിൽ കെമിക്കൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രദർശനമേളയിൽ സ്വദേശി ആളുകളുടെ മുമ്പിലേക്ക് സത്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, അതുപോലെയുള്ള സാധനങ്ങളെല്ലാം, ഫ്ലോർ വാഷ്, അതുപോലെയുള്ള ക്ലോത്ത് വാഷ്, അതുപോലെയുള്ള സാധനങ്ങളെല്ലാം യാതൊരു കാരണവശാലും നമ്മുടെ ചർമ്മത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കുന്നില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മറു സൈഡിലേക്ക് നമ്മളൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിത്യവും ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ പല പ്രധാനപ്പെട്ട സാധനങ്ങളും കടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം, ഉദാഹരണത്തിന് കുഴിനകം എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്, ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കുഴിനകത്തിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നീറ്റുമരുന്ന് സ്വദേശി പ്രദർശന മേളയിലുണ്ട്. അതുപോലെ തന്നെ കാൽ വിണ്ടുകൾ, ഉപ്പൂറ്റുകൊണ്ട് വിണ്ടുകളിൽ നിന്നുള്ള മരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒട്ടനവധി മരുന്നുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, ഇതെല്ലാം മരുന്നുകളാണ് എന്ന അവകാശത്തോടു കൂടി കൊണ്ടുവരുന്നതല്ല. ഇതെല്ലാം നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടുവൈദ്യന്മാർ വികസിപ്പിച്ചിട്ടുള്ള ആ അറിവ് നമ്മുടെ ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടിയിലേക്ക് കൊണ്ടുവന്ന് അത്തരത്തിൽ പരിശീലനം കൊടുത്ത് ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് ആ സാധനങ്ങളെല്ലാം നമ്മൾ അണിനിരത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രദർശന മേളയിൽ സോപ്പ് ഉൽപ്പന്നങ്ങൾ മുഴുവൻ, ലിക്വിഡ് സോപ്പ് ഉൽപ്പന്നങ്ങൾ മുഴുവൻ, അതോടൊപ്പം സ്ക്വാഷ് ഉൽപ്പന്നങ്ങൾ, ജാം ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം, അതേ രീതിയിൽ തന്നെ ശുദ്ധമായിട്ടുള്ള തേന്, അതുപോലെയുള്ള സാധനങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള അരി ഉൽപ്പന്നങ്ങൾ, നാടൻ കരിപ്പൊടി, നാടൻ ശർക്കര, അങ്ങനെയുള്ള സാധനങ്ങൾ, അരിപ്പൊടി, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന ഒരുമാതിരിയുള്ള എല്ലാ അവലോസ് ഉൽപ്പന്നങ്ങളും, അരിഷ്ടലഘി സാധനങ്ങൾ, പലഹാരങ്ങൾ, ഇതെല്ലാം വീടുകളിൽ ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അവതരിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഒരു വ്യത്യസ്തതയുള്ള, ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യത്യസ്തതയുള്ള, പലതുകൊണ്ട് സവിശേഷതയുള്ള, എല്ലാവരും നോക്കിക്കാണേണ്ട സാധനങ്ങൾ. വാങ്ങിച്ചില്ല എങ്കിൽ കൂടിയും, അവിടെ വരുന്നവർക്ക് വാങ്ങിക്കാതെ പോകാൻ പറ്റില്ല, വാങ്ങിച്ചില്ല എങ്കിൽ കൂടിയും വന്ന് കാണേണ്ട ഒരു പ്രദർശന പരിപാടിയാണ്, പരിശീലന പരിപാടിയാണ്. YMCA ഹാളിൽ, സെക്രട്ടേറിയറ്റിൻ്റെ പുറകിലുള്ള YMCA ഹാളിൽ അടുത്ത മെയ് 9 വരെ നടക്കുന്ന സ്വദേശി ഫെസ്റ്റിവൽ പരിപാടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന നാടൻ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനവും പ്രദർശനവും അതിവിപുലമായ പ്രദർശനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ എടുത്തു പറയുന്നത്, ഒന്ന്, സാധനങ്ങളുടെ വിലക്കുറവ് തന്നെയാണ്. എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവിൽ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ, അതിന് ഗുണമേന്മയാണ്. ഗുണമേന്മയില്ലാത്ത, വ്യത്യസ്തതയുള്ള സാധനങ്ങളായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാധനം പോലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്വദേശി ആൾക്കാർക്ക് പരിശീലനം കൊടുക്കുന്നില്ല, ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നുമില്ല. അവിടെ പ്രദർശനമേളയിൽ വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ പ്രത്യേകതയുള്ളതാണ്. ഒന്നുകിൽ വിലയുടെ കാര്യത്തിൽ, ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ,
മറ്റ് സ്ഥലങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾ അതേപടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അവിടെ നടത്തുന്നില്ല. മറ്റ് സ്ഥലങ്ങളിൽ കിട്ടുന്നില്ലാത്ത വ്യത്യസ്തതയുള്ള സാധനങ്ങളാണ് സ്വദേശി മേളയുടെ ഭാഗമായിട്ട് YMCA ഹാളിൽ അടുത്ത മെയ് 9 വരെ നടക്കുന്ന ഈ പ്രദർശന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ പ്രദർശന പരിപാടി വന്ന് കാണണമെന്നും നമ്മുടെ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ദോഷങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നും നിലവാരമുള്ള പ്രകൃതിദത്തമായ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.